ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നാണ് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ, അതുപോലെ തന്നെ വിദ്യാവിജയങ്ങൾ, തൊഴിൽ വിജയങ്ങൾ, വീട് വെക്കുക, വാഹനം വാങ്ങുക, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുക, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ 2026 ഏതേത് നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുക, അതിന് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യേണ്ട പരിഹാര കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോൾ മേടം രാശി, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്നതാണ് മേടം രാശി. ഈ മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 2026 വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. മുൻപത്തേതിനേക്കാളും ദൈവാധീനം വർദ്ധിച്ചിരിക്കുകയാണ്. കൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെ, അതായത് രാശിയാധിപന്റെ സ്ഥിതിയും ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ പോകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പല വിധത്തിലുള്ള നേട്ടങ്ങൾ, ധന ആഗമന യോഗങ്ങൾ ഉണ്ടാകാൻ പോകും. അതിന് പ്രധാനമായിട്ട് വേണ്ട കാര്യങ്ങൾ, ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം അവരവർക്ക് പരിഹാര ക്രിയകളും ചെയ്യുവാനായിട്ട്. ഇപ്പോൾ ഈ മേടം രാശിക്കാർക്ക് ഏഴരശനിയൊക്കെ ആരംഭിച്ച സമയമാണ്. 1.5 വർഷം പൂർത്തിയായി. ഇനി അത് ഈ രണ്ടാം ഭാവത്തിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ 1 വർഷം കൂടി 2ാം ഭാവത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ടും ശനി പ്രീതികരമായ കാര്യങ്ങൾ അനിവാര്യമാണ്. ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക, അല്ലെങ്കിൽ ഗണപതി ഹോമം വഴിപാട് ചെയ്യുക, മഹാദേവനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ശനിദോഷങ്ങൾ മാറുവാനായിട്ട് ഉത്തമമാണ്. ശനിയാഴ്ച വ്രതം എടുക്കുക. വിവാഹം നടക്കാത്തവർ ആണെങ്കിൽ വിവാഹം ആലോചിച്ചിട്ട്, അത് പല കാര്യങ്ങളാണ്. വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ വീടുണ്ട്, വാഹനമുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്. എന്നിട്ടും സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കാത്തവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് വിവാഹം നടക്കുന്നതിന് പരമാവധി സ്വയംവര മന്ത്രം പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അത് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. അത് ഇത്ര ദിവസം ചെയ്താൽ, അങ്ങനെ ഓരോ കണക്കുകളുണ്ടോ ഓരോരുത്തർക്കും. ചിലർക്ക് 11 ദിവസം ചെയ്യണം, ചിലർക്ക് 21 ദിവസം ചെയ്യണം, ചിലർക്ക് 41 ദിവസം ചെയ്യണം. അത് സ്വയംവര പുഷ്പാഞ്ജലി ആകാം. അതുമല്ല എങ്കിൽ എല്ലാ ദിവസവും അങ്ങനെ പോയി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സ്വയംവര യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. വിധിപ്രകാരം ജപിച്ച് ഒരു സ്വയംവരം യന്ത്രം ധരിച്ചാൽ ഈ പറയുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യ സമ്പൂർണമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒക്കെ ഈ മേടം രാശിക്കാർക്ക് നല്ല ഏവർക്കും വിവാഹ തടസ്സമുള്ളവർക്ക് സാധിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ രാശിക്കാർക്കും ഒരു പരിധി വരെ ബാധകമാണ്. എല്ലാ വഴിപാടുകളും ബാധകമാണ് എന്ന് അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും അത് അങ്ങനെ പ്രയോജനപ്പെടുകയും ഇല്ലല്ലോ. എന്നാൽ മറ്റ് ചില രാശിക്കാർക്കും വിവാഹം നടക്കാത്തവർക്ക് ഈ വിവാഹത്തിന് ഏറ്റവും നല്ലതാണ് ഈ സ്വയംവര കാര്യങ്ങളിലുള്ള പുഷ്പാഞ്ജലി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൂടാതെ ദമ്പതികൾക്ക് ദാനം ചെയ്യുക. ദമ്പതികളായിട്ടുള്ളവർ പൂർവജന്മകൃതമായിട്ട് ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ നമ്മൾ മറ്റാരുടെയെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിലേക്കൊക്കെ വന്നു ചേരുന്നതായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ആ തടസ്സങ്ങൾ മാറുവാൻ ദമ്പതികളായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും വസ്ത്രം ദാനം ചെയ്യുകയോ ഭക്ഷണം ദാനം ചെയ്യുകയോ, അങ്ങനെ നിരവധി കാര്യങ്ങളാകാം. പണം തന്നെ കൊടുക്കണമെന്നില്ല. അവരവരുടെ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്താൽ തന്നെ ദോഷങ്ങൾ മാറും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വ്യാഴത്തിൻ്റെ ആനുകൂല്യം
ഇപ്പോൾ കുറഞ്ഞാണ് നിൽക്കുന്നത്. എങ്കിലും മൂന്നാമിടത്ത് നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾക്കെങ്കിലും വളരെ നല്ലതുമാണ്. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഏഴരശനിയോ കണ്ടകശനിയോ ഇല്ല. എങ്കിലും രാശിയിലേക്ക് ശനി മീനം രാശിയിൽ നിന്നുകൊണ്ട് മൂന്നാം ഭാവത്തിലേക്കുള്ള പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ ഒരു പരിധി വരെ അലസത ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുവാനും ഒക്കെ ഉപേക്ഷ വിചാരിക്കുക. അങ്ങനെയുള്ളവർക്ക് ചില തൊഴിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകും. തൊഴിൽ തടസ്സങ്ങൾ ചിലപ്പോൾ ശത്രുദോഷങ്ങൾ കൊണ്ടാകാം. അതുമല്ല എങ്കിൽ മറ്റ് എന്തെങ്കിലും കർമ്മദോഷങ്ങൾ കൊണ്ടൊക്കെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അവരവരുടെ തന്നെ കുറ്റമായിരിക്കാം. പക്ഷെ ചിലരെ മറ്റുള്ളവരെ പഴിചാരി അല്ലെങ്കിൽ മേലധികാരികളെയോ കീഴ് ജീവനക്കാരെയോ ഒക്കെ പഴിചാരിയിട്ടൊന്നും കാര്യമില്ല. കൃത്യനിഷ്ഠയോടുകൂടിയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ജാതകാൽ തൊഴിൽ ചെയ്യുവാൻ യോഗമുണ്ടോ, അതോ ബിസിനസ്സുകൾ ചെയ്യുവാനാണോ, സ്വന്തമായ ബിസിനസ്സുകൾ, വ്യാപാര വിപണനങ്ങൾ, ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടിങ്, മറ്റ് വ്യവസായങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുവാനുള്ള യോഗമാണോ, അതോ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടിരിക്കുവാനുള്ള യോഗമാണോ? ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കണം. എങ്കിൽ മാത്രമേ തൊഴിൽ ലഭിക്കുകയുള്ളൂ. ചിലർ ഗവൺമെൻറ് ജോലിക്കായിട്ട് ശ്രമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കിട്ടണമെന്നില്ല. ജാതകാൽ അങ്ങനെ യോഗമില്ലായിരുന്നു. അവർക്ക് ചിലപ്പോൾ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി വൻ രീതിയിലേക്ക് പോകുവാനുള്ള യോഗമായിരുന്നു. ബിസിനസ് ഒട്ട് ചെയ്യുകയില്ല പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വയം ചെയ്യത്തില്ല. അങ്ങനെയുള്ളവർ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവരുമൊക്കെ വിവാഹ കാര്യത്തിലായാലും അവരവർ ഈ ജാതകം നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ശത്രുദോഷങ്ങൾ കൊണ്ട് ചിലപ്പോൾ കണ്ണുദോഷം, നാമദോഷം, ദൃഷ്ടിദോഷം, അങ്ങനെ പല രീതിയിലുണ്ട് ദോഷങ്ങൾ. അതിന് പരിഹാരമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി ശത്രു സംഹാര പുഷ്പാഞ്ജലി പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ നടഗുരുതി നടത്തുക. അതുമല്ല എങ്കിൽ സ്വയംവര യന്ത്രം ധരിക്കുക. മറ്റ് ശത്രുക്കളുടെ ദോഷം ഉണ്ടാകാതിരിക്കുന്നതിനും ശത്രുദോഷം ഉണ്ടാകാതിരിക്കുന്നതിനും മറ്റും ഒക്കെ നിരവധി തരത്തിലുള്ള യന്ത്രങ്ങളുണ്ട്. എല്ലാം ഇപ്പം ഇവിടെ നമുക്ക് പറയാൻ പറ്റുകയില്ല. അത് ഓരോ ജാതകം നോക്കിയിട്ടാണ് ഈ ശക്തിയുള്ള യന്ത്രങ്ങൾ ധരിച്ചാൽ ഒരു പരിധി വരെ കൂടെയുള്ള ഏതെങ്കിലും ദുഷ്ട ആത്മാക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പോകുന്നതിന് ഈ യന്ത്രധാരണം വളരെ പ്രയോജനപ്പെടുന്നതായിട്ട് എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് ധാരാളം ആൾക്കാർക്ക്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ അടങ്ങുന്നതാണ് ഈ മകരം രാശിക്കാർ. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ധനസ്ഥാനത്താണ് സപ്തമഭാവത്തിൻ്റെയും തൊഴിൽ സ്ഥാനത്തിൻ്റെയും അധിപൻ ധനസ്ഥാനത്ത് ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിക്കുന്നിടത്തോളം ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരിഭവപ്പെടുക. ഒരു ജോലി പോലും കിട്ടുന്നില്ല. ഉന്നത വിദ്യാഭ്യാസമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ട്, 4 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ SLC തോറ്റവർക്കും നല്ല ഗവൺമെൻറ് ശമ്പളം മേടിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് നിങ്ങളുടെ ജാതകാൽ ഗവൺമെൻറ് ജോലിക്കോ മറ്റ് തൊഴിലിനോ ഒക്കെ യോഗമുണ്ടോ എന്ന് നോക്കുക. കൂടാതെ അവരവർ ഈ മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ നടക്കുന്നത് കണ്ടകശനി സമയമാണ്. കണ്ടകശനി ഉള്ളപ്പോൾ പലതരത്തിലും ഉള്ള ആപത്തുകൾ സൂചകമാണ്. കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ എന്ന് ചിലർ പറയും. കണ്ടകശനിയിൽ കൊള്ളരുതാത്ത വർത്തമാനം കേൾക്കുക, ഞൊണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അപകടങ്ങളോ ഫ്രാക്ചറുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുക, രോഗാവസ്ഥകൾ കൊണ്ടോ അപകടങ്ങൾ കൊണ്ടോ. പിന്നെ തെണ്ടി നടക്കുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ കാണും, എന്നാൽ പോലും അത് എടുക്കാനോ വെച്ച കഞ്ഞി വിളമ്പിത്തരാനോ ആളില്ലാതെ വരിക. അങ്ങനെയൊക്കെ പലതരത്തിൽ പണത്തിനായിട്ടും മറ്റ് നിരവധി കാര്യങ്ങൾക്കായിട്ട് ഒരാവശ്യം വരുമ്പോൾ വലിയ പിടിപാടും കഴിവും പ്രാപ്തിയും എല്ലാം ഉണ്ടെങ്കിലും തെണ്ടി നടക്കുക. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. അതിന് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. ശനീശ്വര യന്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ശനീശ്വര യന്ത്രം ധരിക്കുക. അത് നിരവധി ഉണ്ട്. അശ്വാരൂഢ യന്ത്രമുണ്ട്. അതുമല്ല എങ്കിൽ മറ്റ് സുദർശന യന്ത്രങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും ജാതകം നോക്കിയിട്ട് ഒക്കെ കൃത്യമായിട്ട് ചെയ്താൽ ആ ദോഷങ്ങൾ മാറി തൊഴിൽപരമായ പുരോഗതിയും, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളുള്ളവരും ഭയങ്കര കലഹമാണ്. ഒരു കാര്യവുമില്ലാതെ കടന്ന് കലഹിക്കുകയാണ്. 2 പേരും മിടുക്കരാണ്, ഭാര്യയും ഭർത്താവും, ബുദ്ധിയുണ്ട് 2 പേർ, വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, ജോലിയുണ്ട്.
കലഹിക്കുകയാണ്. അങ്ങനെ കലഹിക്കുന്നവർക്കും ഇതുപോലെ ജാതകപരമായിട്ട് ബുദ്ധി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ബുദ്ധിയാണെന്ന് കരുതിയിട്ട് കാര്യമില്ല. അവരവരുടെ ജാതകം നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ജാതകത്തിൽ ദാമ്പത്യ ജീവിതം ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അധിക പാപത്തിൽ നിൽക്കുകയാണ്. എന്നിട്ടും വിവാഹം നടന്നു, എന്നിട്ട് കിടന്ന് കലഹിക്കുകയാണ്. വിവാഹം നടന്നു കിട്ടിയപ്പോൾ വലിയ കാര്യമെന്ന് വിചാരിച്ച് ഉള്ളത് കൊണ്ട് സന്തോഷപരമായിട്ട് എത്രയോ ദുഃഖം അനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന ദമ്പതികളായിട്ടുള്ളവർ, സ്ത്രീ പുരുഷന്മാർ സന്തോഷകരമായിട്ടുള്ളത് കൊണ്ട് കഴിയുന്നവരുണ്ട്. എന്നാൽ അതൊന്നുമല്ല, എല്ലാം ഉണ്ടായിട്ട് കിടന്ന് കലഹിക്കുക. അതിന് ജാതകം നോക്കണം. സുഖമായ ജീവിതത്തിന് ചിലപ്പോൾ പലതരത്തിലാണ് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരിക. അത് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരിക എന്നുള്ളത് ജാതകാലോ, ഇനി അത് ജാതകമില്ല എങ്കിൽ തന്നെ കവടി വെച്ച് നോക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അല്ലെങ്കിൽ ആ കവടി നോക്കാൻ വരുന്ന ആൾക്കാരെ കൊണ്ട് ഒരു രാശിയിൽ സ്പർശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു നാണയം വെക്കുക. അങ്ങനെയൊക്കെ ആരൂഢം കൊണ്ട് ചിന്തിച്ച് അവരുടെ കുടുംബത്തെ ദോഷമാണോ അതോ ശത്രുദോഷമാണോ, അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങളാണോ, ശാരീരികമായ വൈകല്യങ്ങൾ പലതരത്തിലുണ്ടാകാം. അതൊക്കെ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കും. അതൊക്കെ നോക്കാനായിട്ട് സാധിക്കും. അതിന് പരിഹാരം ചെയ്താൽ നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ വളരെ കുടുംബജീവിതം സന്തോഷകരമായിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. മിഥുനം രാശിക്കാരായിരിക്കുന്ന, കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണകത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ ജന്മത്തിൽ, അതായത് രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. അത് പൂർണ്ണമായ ബലമാണ് എന്നല്ല പറയുന്നത്, എന്തും സാധിച്ചു കിട്ടും എന്നല്ല. എങ്കിലും കണ്ടകശനിയൊന്നും അധികം ബാധിക്കാത്ത സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് ശനിയുണ്ട്, എങ്കിലും അത് അധിക ദോഷങ്ങളൊന്നും ചെയ്യുകയില്ല. ചെറിയ മന്ദഗതിയിലാണെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചു തരും. മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂലം വരുന്നതാണ്. ആദിത്യൻ ധനസ്ഥാനത്തേക്ക് വരുന്നു, ധനസ്ഥാനത്തിൻ്റെ അധിപനാണ്. ധന ആഗമന യോഗം ഉണ്ടാകുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് സന്താന കാര്യങ്ങൾക്കായിട്ട് വളരെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പല രീതിയിൽ, രോഗാവസ്ഥകൾ കൊണ്ടായാലും പ്രവർത്തനങ്ങൾ കൊണ്ടായാലും സ്വഭാവ സവിശേഷതകൾ കൊണ്ടോ സന്താനങ്ങൾക്ക് ജോലി കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവർക്ക് വിജയങ്ങൾ ഉണ്ടാകാതെ വരിക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങളുടെ ജാതകം സന്താന കാര്യത്തിൽ നോക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ളവരുടെ ഇരുവരുടെയും ജാതകം ഒരുപോലെ വെച്ചുകൊണ്ട് നോക്കണം. ഓരോ രാശിയിലും അതുപോലെ തന്നെ സന്താന കാര്യങ്ങളിൽ ഭാവത്തിനും തൽപ്പതിക്കും കാരാഗ്രഹത്തിനും മൂവർക്കും വരവില്ല എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ജാതകാൽ അതുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഡോക്ടേഴ്സൊക്കെ നോക്കിയിട്ട് സന്താനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളുണ്ട്. അവർക്ക് ചില വഴിപാടുകളൊക്കെ ചെയ്ത് സന്താനങ്ങൾ ഉണ്ടായതായിട്ട് നിരവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങളോട് പറയുന്നത് ഈ സമൂഹത്തിൽ. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. സന്താന ഗോപാലം യന്ത്രം ധരിക്കുക, അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള യന്ത്രധാരണങ്ങളോ, അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുക. അങ്ങനെയൊക്കെ ചെയ്താൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, പാൽപായസം നടത്തുക, തുലാഭാരം നടത്തുക, അങ്ങനെയൊക്കെ പല വഴിപാടുകളുമൊക്കെ നിശ്ചയിച്ചാൽ ഈ സന്താന തടസ്സം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് മാറുകയും ഉത്തമ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുവാൻ യോഗമുണ്ട്. ഈ എല്ലാ നക്ഷത്രക്കാർക്കും ഇത് ബാധകമാണ്. ഞാൻ ഇനി പറയുന്ന പ്രത്യേകിച്ച് ഓരോ നക്ഷത്രക്കാരുടെയും കൂടുതൽ ദൈവാധീനത്തെക്കുറിച്ച്, ഓരോ ദോഷങ്ങളെക്കുറിച്ചും പറയുന്നു എന്ന് മാത്രം. കർക്കിടകൻ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങൾ ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഇവര് വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ 12-ാം ഇടത്തേക്ക് വന്നത് അത്ര നല്ലത്. എന്നാൽ ചില കാര്യങ്ങൾക്ക് നല്ലതാണ്. വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ, അത് സ്ഥാനഭ്രംശ സ്ഥാനമാണല്ലോ. അപ്പോൾ സ്വന്തം നാട് വിട്ടുപോയി ധനം സമ്പാദിക്കുന്നതിനൊക്കെ ഈ വ്യാഴം വളരെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതിനായിട്ട് തൊഴിൽ സ്ഥാനാധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ് ഇനിയിപ്പോൾ ഉടൻ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൊഴിൽ സ്ഥാനാധിപൻ ധനസ്ഥാനത്ത് വരുന്നു, ധനസ്ഥാനാധിപൻ തൊഴിൽ സ്ഥാനത്ത് വരുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയം വരുമ്പോൾ സ്വന്തം നാട് വിട്ട് വിദേശവുമായി ബന്ധപ്പെട്ട് വിദേശം എന്ന് പറയുമ്പോൾ സപ്തസാഗരങ്ങൾ കടന്ന് യൂറോപ്യൻ കൺട്രികളിൽ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് കൺട്രികളിൽ സ്വന്തം നാട് വിടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ നാട് വിടുക.
അല്ലെങ്കിൽ സംസ്ഥാനം വിടുക, ജില്ല വിടുക, അങ്ങനെയൊക്കെ പോയി വിദ്യാഭ്യാസ വിജയം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതിനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഗോപാല യന്ത്രം ധരിക്കുന്നത്, അതുപോലെ മറ്റ് തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ദേവീക്ഷേത്രത്തിൽ പോയി ശത്രുസംഹാര പൂജകളിൽ പങ്കെടുക്കുക. അതിനൊക്കെ അധികം പൈസയൊന്നും ആകുകയില്ല. അതുപോലെ തന്നെയാണ് ഈ ശത്രുക്കളുടെ ദോഷങ്ങളൊക്കെ മാറിയാൽ, തടസ്സങ്ങളൊക്കെ മാറിയാൽ വിദേശത്തൊക്കെ പോകുവാനായിട്ട് പെട്ടെന്ന് തന്നെ സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് പഠിച്ച് IELTS അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള OIT പോലെയുള്ള പരീക്ഷകളൊക്കെ പാസ്സായിട്ടും പേപ്പറുകൾ നീങ്ങുന്നില്ല എന്ന് പറയുന്നവർക്ക് അതിൻ്റെ ജാതകം കൂടി നോക്കണം. അത് വിദേശത്ത് പോകുന്നതിനാണെങ്കിലും നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ അല്ലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനുള്ള പേപ്പറുകളൊക്കെ റെഡിയാക്കുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ജാതകം നോക്കി അതിൻ്റെ ജലരാശിയുടെയും ഗമനാധിപൻ്റെയും അതുപോലെ മറ്റ് ഭാഗ്യാവസ്ഥകളും ജലഗ്രഹത്തിൻ്റെ സ്ഥിതിയും ഒക്കെ നോക്കണം. അങ്ങനെ നോക്കിയാൽ അത് പൂർണ്ണമായിട്ടും സപ്പോർട്ടീവ് ആണെങ്കിൽ അതിന് എളുപ്പം സാധിക്കും. ഇനി സപ്പോർട്ട് കുറവാണ്, വില കുറവാണ് എങ്കിൽ യഥാശക്തി അതിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി പോകുവാനായിട്ട് സാധിക്കും. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്കും വളരെ ദൈവാധീനമുള്ള ഒരു സമയമാണ് 2026 ഇനി വരാൻ പോകുന്നത്. കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും, വിവാഹം നടക്കുന്നതിനും അതുപോലെ തൊഴിൽപരമായ അഭിവൃദ്ധികൾ ഉണ്ടാകുന്നതിനും ദീർഘനാളുകളായിട്ട് സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിച്ചവർക്ക് സന്താന കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യങ്ങൾ വീഡിയോ ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണണം. എന്നാലേ ഇതിനകത്ത് പല കാര്യങ്ങളിലും ആദ്യം പറഞ്ഞ നക്ഷത്രക്കാർക്കും ചിലപ്പോൾ പിന്നീട് പറയുന്ന പല നക്ഷത്രക്കാരുടെ പരിഹാര മാർഗങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിലേക്കാണല്ലോ വ്യാഴം മാറിയിരിക്കുന്നത്. 10ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയിരിക്കുമ്പോൾ ഇപ്പോൾ ശനി ദോഷങ്ങളൊന്നും ബാധകമില്ല. 6ാമിടത്ത് പാപന്മാർക്ക് നിൽക്കാൻ പറ്റിയ ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അത് ചില കാര്യങ്ങൾക്ക് എങ്കിലും ഗുണകരമാണ്, എന്നാൽ മറ്റു ചില കാര്യങ്ങൾക്ക് അത്ര തൃപ്തികരമല്ല. അതായത് സന്താന കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അത് കുടുംബത്തിലുള്ള സമാധാനത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ശനിയെ കൊണ്ടുണ്ടാകും. അതിനെ ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, ശനീശ്വര യന്ത്രം ധരിക്കുക, ശനി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി ശനീശ്വരന് വേണ്ട പൂജകൾ ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. വ്യാഴം ഒരു പരിധി വരെ 50% സപ്പോർട്ടീവായിട്ട് 10ാം ഇടത്തേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അത് കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുന്നത് വളരെ ശ്രദ്ധിക്കണം. കടങ്ങളൊക്കെ വീടുന്നതിന് വേണ്ടിയിട്ട് ഋണമോചനത്തിനുള്ള യന്ത്രങ്ങളൊക്കെ ഉണ്ട്. ആ ഋണമോചന യന്ത്രമോ ഋണമോചന മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പ്രാർത്ഥിക്കുക. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അധിക ശനി ദോഷങ്ങളൊന്നും ബാധകമല്ല. എന്നാലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അത്ര നല്ലതല്ലല്ലോ. 5ാം ഭാവം പ്രതിഭാസ്ഥാനമാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെ അലസത ഉണ്ടാകാതിരിക്കുവാൻ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. പൂർണ്ണമായ ഒരു ദൈവാധീനം ഉള്ള ഒരു സമയമാണ് 2026 ഇനി മുമ്പോട്ട്. അതായത് വ്യാഴം 9ാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ധനസ്ഥാനത്തിൻ്റെ അധിപനാണ്, വിദ്യാഭാവത്തിൻ്റെ അധിപനാണ്. അതുകൊണ്ട് വളരെയധികം ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല വിജയം വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായ ജോലി കിട്ടുവാനും കുടുംബത്തെ സമാധാനപരമായിട്ട് ജീവിക്കുവാനും ഭൂമി വന്നു ചേരുവാനോ ഗൃഹം വന്നു ചേരുവാനോ ഒക്കെ യോഗമുണ്ട്. പണം ഉണ്ടായിട്ട് ഗൃഹം വാങ്ങാനോ അല്ലെങ്കിൽ ഗൃഹം പണി ചെയ്യാനോ പറ്റാതെ അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങാൻ പറ്റാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. പണം ഇല്ലാത്തവർക്കും അത് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ തടസ്സം എന്താണ് എന്നറിയുവാൻ പൊതുവെ വ്യക്തിപരമായിട്ട് ജാതകം നോക്കുകയോ കബഡിയാൽ നോക്കുകയോ ഒക്കെ ചെയ്തിട്ട് അതിന് വേണ്ട പരിഹാരം, അതായത് ശത്രുദോഷമാണ്, ശത്രുസംഹാര പൂജകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആകർഷണ യന്ത്രം ധരിക്കുക, സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക. ആകർഷണ യന്ത്രം ധരിച്ചാൽ ചില ഭൂമികളൊക്കെ വന്നു ചേരും, വീട് വന്നു ചേരും, വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്.
ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഇപ്രാവശ്യത്തെ വ്യാഴമാറ്റം. അത് നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഷ്ടമഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ ചില കാര്യങ്ങൾക്ക് നല്ലതാണ്. അതായത് ആയുർഭാവം അധിക ദുഃഖ ദുരിത ദോഷ നാശ ക്ലേശങ്ങളൊന്നും സൂചകമല്ല. ഏഴാമടത്തിലൊന്നും സ്വയം പോയി അധിക സാഹസികതയോടുകൂടി ചാടാതിരിക്കുക. പിന്നെ ഗൃഹത്തെ സൂചിപ്പിക്കുന്ന നാലാമടം വളരെ പ്രധാനമാണ്. ഗൃഹമാണ്, സ്വന്തം വീടാണ്, മാതാവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ കണ്ടകശനി നാലാമടത്ത് അനുഭവിക്കുമ്പോൾ കുടുംബത്ത് പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുക. എല്ലാവർക്കും ദാരിദ്ര്യമെന്നുള്ളതല്ല, ഒരു പരിധി വരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ദുഃഖങ്ങളാണ് കുടുംബത്ത് വന്നു കഴിയുമ്പോൾ സ്വസ്ഥതയില്ലാതെ ആകുക. ദാരിദ്ര്യം ഭക്ഷണത്തിന് തന്നെയല്ല, മറ്റു കാര്യങ്ങൾക്കൊക്കെ കടം വന്നു, വലിയ കടങ്ങളോ ബാധ്യതകളോ വന്നു കഴിഞ്ഞാൽ പണം കിട്ടുന്നത് തികയാതെ വരിക, ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരിക, കടം വാങ്ങിക്കേണ്ടി വരിക, അങ്ങനെ കലഹങ്ങളുണ്ടാകുക. അതൊക്കെ ഈ കണ്ടകശനിയുടെ ഒരു ഭാഗമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണം, ഇതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ശനി ഭഗവാന്റെ പ്രീതിക്കായിട്ട് വഴിപാടുകളൊക്കെ ചെയ്യുകയും അതുപോലെ തന്നെ വ്യാഴപ്രീതികരമായിട്ട് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്താൽ ഭാഗ്യസൂക്തം ജപിക്കുന്നതും അങ്ങനെ ശ്രീസൂക്തം ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ പുഷ്പാഞ്ജലിയൊക്കെ ഉണ്ട്. സമയമൊക്കെ ഉള്ളവർ അത് സ്വയം പഠിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ചെയ്യുവാനായിട്ട് സമയമുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ നല്ല ഉത്തമന്മാരായ പൂജാരികളുണ്ട്. ആ പൂജാരികളെ കൊണ്ടൊക്കെ ചെയ്യിച്ചാൽ അതിൻ്റെതായ ഭാഗ്യാവസ്ഥകളും ഉയർച്ചകളും ഒക്കെ വന്നു ചെയ്യും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രത്യേകതകളുള്ള സമയമാണ് 2026 ഇനി അങ്ങോട്ട്. അതായത് വ്യാഴത്തിൻ്റെ ആനുകൂല്യം വന്നിരിക്കുന്നു, നിവൃത്തി സ്ഥാനമായ 7-ാം ഇടത്ത് വന്നിരിക്കുന്നു. 7-ാം ഇടത്ത് വ്യാഴം വരിക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്കെങ്കിലും നന്മ വരും. എല്ലാ കാര്യങ്ങൾക്കും അങ്ങ് നന്മ വന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. രാശിയാധിപൻ ഇപ്പോൾ 3-ാം ഇടത്താണ് നിൽക്കുന്നത്. ഏഴരശനിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും എല്ലാം അനുഭവിച്ച ഒരു വലിയ ജനാവലി ദുരിതത്തിൽ നിന്ന് കരകയറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ വിഷമിച്ചു പോയ ഒരു വൻ ജനാവലി തന്നെ ഈ മകരം രാശിക്കാരുണ്ട്. അവർക്ക് ശനി ദോഷങ്ങളൊന്നും ബാധിക്കാത്തവരുണ്ട്. അതിന് വേണ്ട നടപടിക്രമങ്ങൾ, അതായത് ശനി ഭഗവാന്റെ പ്രീതികരമായിട്ട് നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ശനി ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വളഞ്ഞ വഴിയൊക്കെ ഓരോ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ. അതായത് പെട്ടെന്ന് പൈസാക്കാരനാകുക, അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുക, അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സാധിക്കാനും വേണ്ടിയിട്ട് ആരെയെങ്കിലുമൊക്കെ കണ്ട് പണം ഏൽപ്പിക്കുക. ഒരു ജോലി കിട്ടുവാനായിട്ട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പല പ്രാവശ്യം അപേക്ഷ അയച്ച് സാധിച്ചില്ല. ഉടനെ നമ്മളൊരു ഏജന്റിനെ കണ്ടു, പണം കൊടുത്തു പോയി, ആ പണം പോയി. അങ്ങനെയൊക്കെ പോയെന്നാൽ ശനിയുടെ സമയത്ത് അത് നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ, നമുക്ക് കിട്ടത്തില്ല. അതേസമയം ശനി ഭഗവാൻ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വഴിപാടുമൊക്കെ ചെയ്ത് ഒരിടത്തല്ലേ വേറെടുത്ത് കിട്ടും. അപേക്ഷയൊക്കെ കൊടുക്കുക, പരീക്ഷ പാസ്സാകും, ഇൻ്റർവ്യൂവിന് വിളിക്കും, നമുക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റാൻ നേരായ മാർഗത്തിൽ കൂടെ. അപ്പോൾ നമുക്ക് കിട്ടിയില്ല എങ്കിലും ദുഃഖിക്കേണ്ടതില്ല, നഷ്ടമൊന്നും വന്നില്ല. ഈ ശനി ദോഷമുള്ള സമയത്ത് 7-ാം ഇടത്തിൽ പോയി ഇടപെട്ട് എളുപ്പം കാര്യം സാധിക്കാനായിട്ട് ധനം മുടക്കിയാൽ അല്ലെ ലാഭമാണെന്ന് കരുതി ചെയ്യുന്ന കാര്യം വൻ നഷ്ടങ്ങളിലേക്ക് വന്ന് അധപ്പതിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് വളരെയധികം ക്ഷമയും ശ്രദ്ധയും ഒക്കെ ഈ ശനി ദോഷമുള്ള സമയത്ത് അനിവാര്യമാണ്. അതിന് നമ്മൾ ഏറ്റവും പ്രധാനം അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. അവരവരാ കഴിയാവുന്ന രീതിയിൽ വിട്ടുവീഴ്ച, ഒരു ക്ഷമ വേണം, കാത്തിരിപ്പ്. ആ ദോഷങ്ങൾ മാറുന്ന ആ കാലയളവ് വരെ നേരായ മാർഗങ്ങളിൽ ചെയ്താൽ ഒരു കുഴപ്പവും വരികയില്ല. അത് അടിക്കടി ഉയർച്ച മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ഇനി ഒരു കൊല്ലം കൂടിയുണ്ട്. അടുത്ത ഈ ജൂണല്ല, പിന്നത്തെ ജൂൺ 2027 ജൂൺ വരെ ഉണ്ട് ഏഴരശനി. അപ്പോൾ ഏഴരശനി കാലം, ഇനി ഒരു കാലം, ഈ ഏഴരശനി തീരാൻ പോകുന്ന സമയത്ത് ശനി ഭഗവാനെ ഭജിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ തരും. അതിന് യാതൊരു സംശയവുമില്ല. 1.5 കൊല്ലത്തെ ശനി 1.5 കൊല്ലവും കഠിനമായ ദുഃഖങ്ങൾ തരണമെന്നില്ല. പിന്നെ വരുന്ന ഒരു സമയം വളരെ നല്ലതായിരിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ശ്രമിക്കുക.
വ്യാഴത്തിൻ്റെ ആനുകൂല്യം കുറഞ്ഞു ഇരിക്കുന്ന ഒരു സമയമാണ്. 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. 6-ലെ വ്യാഴം അത്ര തൃപ്തികരമാണ്. എന്നാൽ അധിക കടങ്ങളൊക്കെ വരാതെയൊക്കെ നോക്കണം. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനൊക്കെ സൂചനയുണ്ട്. അതിന് വേണ്ട വഴിപാടുകളും പ്രാർത്ഥനകളോ ഏലസുകൾ ധരിക്കുന്നതും പൂജകളിൽ പങ്കെടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ദൈനംദിന ജീവിതത്തിൽ അവരൊരാൾ കഴിയാവുന്ന രീതിയിലൊക്കെ ഒരു ദാനധർമാദികൾ ചെയ്യുകയോ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ നല്ലതാണ്. ഉത്തമന്മാരായ ആൾക്കാർക്ക് ചെയ്യാവുള്ളൂ. അതായത് ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്ന ദമ്പതികൾക്കോ അതുപോലെ ഒരു ആവശ്യമുള്ള രോഗികൾക്ക് ഒരു ധനസഹായം ചെയ്യുക. അപ്പോൾ രോഗാവസ്ഥകൾക്കൊക്കെ മാറുകയും മറ്റ് രോഗങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ അത് ഓരോ വ്യക്തികൾക്കും നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ 2026 മുമ്പോട്ട്. അതായത് ഈ സപ്തമഭാവത്തിൽ ദാമ്പത്യഭാവത്തിൽ കേതുവാണ്. അതിന് പെട്ടെന്ന് അങ്ങോട്ട് ഒരു പരിഹാരം പറഞ്ഞു തരിക അല്ലെങ്കിൽ സാധിക്കുക എന്നൊന്നും അത്ര എളുപ്പമല്ല. അതിന് നമ്മൾ തന്നെ സ്വയം ചെയ്യണം. നമുക്ക് പല ബുദ്ധികളും കുരുട്ട് ബുദ്ധികളും ദേഷ്യങ്ങളും ബുദ്ധിയും കഴിവും ഒക്കെ ഉണ്ട് എന്ന് ദമ്പതികൾ ഇരുവരും ചിന്തിക്കും. പക്ഷെ ഇരുവരും ചിന്തിക്കുന്നത് പോലെ അല്ല. ദമ്പതികളായിട്ടുള്ളവർ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് വിട്ടുവീഴ്ചയിലൂടെ ക്ഷമയിലൂടെ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. ഒരാൾ അങ്ങ് കൊണ്ട ഇളകി ഞാൻ എന്നെ കഴിഞ്ഞിട്ട് ആരുമില്ല, എനിക്ക് അതുണ്ട് ഇതുണ്ട് കഴിവുണ്ട് വിദ്യാഭ്യാസമുണ്ട് ധനമുണ്ട് ഫാമിലിയുണ്ട് പണമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് അകൽച്ച ഉണ്ടായി വലിയ വലിയ മുന്നേറ്റങ്ങളും സുഖാനുഭവങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞ് തല്ലിപ്പറിച്ച് കളയാതെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞത് എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമാണ്. ആദ്യം മുതൽ കേൾക്കുന്നത് വളരെ ഉത്തമമാണ്. അത് ഇതൊരു വലിയ ഒരു ജ്യോതിഷ കാര്യങ്ങളിലെ എന്തെങ്കിലും താന്ത്രിക മാന്ത്രിക വിജയങ്ങൾക്ക് വേണ്ടിയും പറയുന്നതല്ല. ഇത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളും അവരവർ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട വീട്ടിലുള്ള ആൾക്കാർ തന്നെയോ അല്ലെ സ്വബുദ്ധിയാൽ തോന്നേണ്ട കാര്യങ്ങളാണ്. ഉപദേശിച്ചു കഴിഞ്ഞാൽ ഉപദേശം ഇഷ്ടമില്ലാത്തവരുണ്ട്. സ്വബുദ്ധിയാൽ തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്നാലും നിങ്ങൾക്ക് തൊഴിൽ സ്ഥലത്തെ പ്രശ്നങ്ങൾ തീരും. സ്വന്തമായ വരുമാനത്തിൽ ഒതുങ്ങി ജീവിക്കുവാൻ സാധിക്കും. എത്ര കിട്ടിയാലും തികയേലേ എന്നും പറഞ്ഞൊരു വൻ ജനാവലിയുണ്ട്. 1 ലക്ഷം രൂപ കിട്ടിയവരോട് ചോദിച്ചാലും 20 വർഷം ജോലി ചെയ്തു, 1 പൈസ കടയില്ല, 1 കോടി രൂപ കടമാണ്, 1 പൈസ മിച്ചമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പല ന്യായങ്ങൾ പറയും. ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം 2026 ഇപ്പോൾ ഇനിയുള്ള കാലം അവർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. രാശ്യാധിപൻ ആയിരിക്കുന്ന വ്യാഴം 5-ാമിടത്ത് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ശനി 7ര ശനി ജന്മത്തിലുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. 7ര ശനി എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ദുഃഖങ്ങൾ ദുരിതങ്ങൾ വരിക എന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ലോഹ്യത്തിൽ വന്ന് കടം മേടിക്കുകയോ കുഴിയിൽ ചാടിക്കുകയോ ഒക്കെ ചെയ്യാം. ഉപദേശങ്ങളുമായിട്ട് വരും. പലതരത്തിലും ബുദ്ധിയുള്ളവർ വീഴിക്കും. അതിലൊന്നും പെട്ടുപോകാതെ അസമയത്തെ യാത്രകളൊക്കെ ചെയ്യാതെ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ അങ്ങനെ ഒരു സമാധാനപരമായ കുടുംബജീവിതം ആത്മീയ ജീവിതം അത് അവരവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ ഏത് മൂർത്തിയെ ആരാധിക്കുന്നവരാകട്ടെ പ്രാർത്ഥിക്കുന്നവരാകട്ടെ ഇനി പ്രാർത്ഥന ഇല്ലാത്തവരാകട്ടെ എങ്കിലും നേരായ മാർഗത്തിലൂടെ പോകാവുള്ളൂ. അല്ലെങ്കിൽ വലിയ വലിയ ധനനഷ്ടങ്ങൾ പിന്നീട് വരാനിരിക്കുന്ന നല്ല ഒരു സന്ദർഭം വരുവാൻ പോകുമ്പോൾ ഇപ്പോഴുള്ള കടം വീടുകയുമില്ല. അന്ന് ഒന്നും സമ്പാദിക്കാൻ പറ്റാതെ വന്ന് വിഷമിക്കുവാനൊക്കെ ഇടയുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് വേണം ആരോഗ്യകാര്യങ്ങളിൽ. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് ഞാനീ പറഞ്ഞ 27 നക്ഷത്രക്കാർക്കും ബാധകമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായ വിഭ്രാന്തികളൊക്കെ ഉണ്ടായി കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ഉപദേശങ്ങളോ അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഗ്രഹനിലയൊക്കെ നോക്കി വേണം ഇതൊക്കെ തീരുമാനിക്കുവാനായിട്ട്. ഗോചരഫലം വളരെ പ്രയോജനമാണ്. അതുപോലെ തന്നെയാണ് കവടിയാലെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. ഓരോരുത്തരും ചെയ്യാൻ പോകുന്ന തൊഴിൽ എന്താണ്, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സമയമാണോ, ഭൂമി വാങ്ങാനുള്ള സമയമാണോ, ഇതൊക്കെ അറിയാൻ കവടിയാൽ നോക്കുകയോ പേര് നക്ഷത്രമൊക്കെ അറിയാൻ ജനനസമയവും ഡേറ്റ് ഓഫ് ബർത്തും നക്ഷത്രമൊന്നും അറിയാൻ മേലാത്തവർക്ക് കവടിയാൽ നോക്കാൻ സാധിക്കും. അതല്ലാത്തവർക്ക് ഇതെല്ലാം അറിയാവുന്നവർക്ക് ഗ്രഹനില തയ്യാർ ചെയ്തൊക്കെ വിശദമായിട്ട് നോക്കുന്നതിനും അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അറിയാം. എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യാം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.